ഏതൊരു മനുഷ്യൻ്റെയും അഭയകേന്ദ്രമാണ് വീട്. കേവലം 4 ചുമരുകളിൽ തീർത്ത കെട്ടിടം മാത്രമല്ല അത്. സമൂഹത്തിൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന അടിസ്ഥാന ഇടം കൂടിയാണ് വീട്. വീട്ടിലുള്ളവർ പരസ്പരം തിരിച്ചറിഞ്ഞും തിരുത്തിയും സ്നേഹിച്ചും ഇഴചേർന്നു ജീവിച്ചാൽ സമൂഹനിർമ്മിതി ക്രിയാത്മകമാകും. നിശബ്ദത മാത്രം പുലരുന്ന ഇടമാകരുത് വീട്. വ്രതം സ്വയം മാറ്റിപ്പണിയാനും നന്മകൾ നട്ടുവളർത്താനുമുള്ള പരിശീലന കളരിയാണ്. ആ രീതിയിൽ വ്രതത്തെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമായാൽ അത് സമൂഹത്തിന് ഗുണകരമാവും. ലഹരിയും അക്രമവും നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്നവർ സമകാലിക സാഹചര്യത്തിലെ അപായ സൂചനകളാണ് നൽകുന്നത്. എന്നാൽ ഇത്തരത്തിൽ അകപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇന്ന് ആദ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വീടകം സമാധാനത്തിൻ്റെ ഇടമാക്കാൻ രക്ഷിതാക്കളും മക്കളും കൂട്ടായി പരിശ്രമിച്ചാൽ അപായങ്ങൾ ഒഴിവാക്കാനാകും. പ്രതീക്ഷയുടെ കിരണങ്ങൾ വ്യാപിക്കാനുമാവും. ജീവിത സ്വപ്നമായ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് എത്രയെത്ര വിദഗ്ധരുടെ സേവനങ്ങൾ നാം തേടുന്നുണ്ട്. എന്നാൽ വീടിനകത്ത് ജീവിക്കുന്നവരുടെ സ്വരച്ചേർച്ച മാനസിക ഐക്യവും നിലനിൽക്കാൻ എന്ത് നടപടികളാണ് നാം സ്വീകരിക്കുന്നത് എന്നും പരിശോധിക്കണം. അതിനെ ആശ്രയിച്ചിരിക്കും ആ കുടുംബ സമൂഹത്തിന് നൽകുന്ന സംഭാവന. ചേർന്നൊലിക്കുന്ന കൂരയിൽ ചേർന്നിരിക്കുന്നവരാണ് കൊട്ടാരത്തിൽ അകന്നു കഴിയുന്നവരേക്കാൾ സമ്പന്നർ. അവർ ജീവിതം ആസ്വദിക്കുന്നവരും നാം മാതൃകയാക്കേണ്ടതുമാണ്.